ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും വളരെ രുചിയുള്ളതുമായിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. അതിനായിട്ട് ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ലേശം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കുക. ആ ഒരു സമയത്ത് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. തണ്ടോട് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കറിവേപ്പില ചേർത്ത ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയാണ് ഇട്ടത്. സവോളയൊന്ന് എണ്ണയിലൊന്ന് വഴറ്റുക. പിന്നീട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ലേശം ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. സബോളയുടെ പച്ചമണം മാറുന്നേരം വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ആ പച്ചക്കുത്തലെല്ലാം മാറുന്നിടം വരെയും നന്നായിട്ട് വഴറ്റണം. അങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ മുളക് പൊടി ചേർത്തു. അതൊന്ന് വഴറ്റി അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. മസാല സൂപ്പറാണെങ്കിൽ തന്നെ നമ്മുടെ കറി അടിപൊളിയായിരിക്കും. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടെ ചേർത്ത് ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു മിക്സിങ്ങിലും നമ്മുടെ ആ ഒരു മസാലയിലുമാണ് നമ്മുടെ ആ കറിയുടെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാനത് അടച്ച് വെച്ച് വേവിക്കുവാണ്. അങ്ങനെ അത് അടച്ച് വെച്ച് വേവിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് അടച്ച് വെച്ച് വേവിക്കുന്നത്. കറിവേപ്പില എത്രമാത്രം ഇടുന്നു അത്രത്തോളം കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് ഒരു തിളയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ തിള വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ആവശ്യത്തിന് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 വലിയ ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. മസാലപ്പൊടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇളക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മസാലപ്പൊടി ചേർത്ത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു മണവും രുചിയും നമുക്ക് കിട്ടും. അപ്പോൾ മസാലപ്പൊടി എല്ലാം ചേർത്തു നന്നായിട്ട് ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ശേഷം നമ്മൾ അത് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മസാലപ്പൊടിയുടെ എല്ലാം കൂട്ടുകളുടെ എല്ലാം രുചി ഇറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാം മിക്സുകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റായിട്ട് അതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തായിരുന്നു. അത് ഇതിലേക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്ന പൊറോട്ടയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.